സ്വാഗതം സോക്കർ ഗാലയിലേക്ക്. ഇന്നത്തെ മത്സര വിശേഷം പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് നമ്മൾ ഇന്നത്തെ സോക്കർ ഗാല. ലോകകപ്പിലെ ആദ്യ ജയം തേടി പോർച്ചുഗൽ ഇന്ന് കളത്തിലിറങ്ങും. ഉസ്ബെക്കിസ്ഥാനാണ് റോണോയുടെയും സംഘത്തിന്റെയും എതിരാളികൾ. ആദ്യ മത്സരത്തിൽ നിന്ന് മാറ്റങ്ങളുമായിട്ടാകും പോർച്ചുഗൽ ഇറങ്ങുക. വിമർശകരുടെ വായടപ്പിക്കാൻ റോണോയ്ക്കും സംഘത്തിനും ഇന്നത്തെ ജയം അനിവാര്യമാണ്. കിലാഫ് നമുക്കൊപ്പം ചേർന്നുണ്ട് വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന്. കിലാഫ്, അതിനു മുൻപ് ഒരു റിപ്പോർട്ടിലേക്ക്. താളം തെറ്റിയ മദ്യം ഉസ്ബെക്കിസ്ഥാനെ നേരിടുമ്പോൾ തലകുനിച്ച ആരാധകരുടെ ആശങ്കയ്ക്ക് മറുപടി നൽകേണ്ടതുണ്ട് റോണോയ്ക്കും സംഘത്തിനും. മധ്യനിര താളം കണ്ടെത്തിയാൽ ലോകകപ്പിലെ ഏറ്റവും അപകടകരമായ ടീമാണ് പറങ്കിപ്പടയെന്നതിൽ സംശയമില്ല. ഗോൾമുഖത്തെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ ഇക്കുറി മധ്യനിര പുറത്തെടുത്താൽ ഉസ്ബെക്കിസ്ഥാൻ ഗോൾ വല നിറയും. പോർച്ചുഗൽ പരിശീലകന്റെ തന്ത്രങ്ങൾ എന്തെന്ന് കാണാൻ കായിക ലോകം കാത്തിരിക്കുകയാണ്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് മത്സര വിശേഷങ്ങളോട് കിലാഫിന്റെ വിശകലനങ്ങൾ തേടിപ്പോകാം. കിലാഫെ, കോങ്കോക്കെതിരായ മത്സരത്തിന് പിന്നാലെ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അതിന് പിന്നാലെ വരുന്ന ചോദ്യം റോണോ പറങ്കിപ്പടയുടെ പ്ലേയിങ് ലെവനിൽ സ്ഥാനം പിടിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇപ്പോൾ പോർച്ചുഗീസ് പരിശീലകൻ മത്സരത്തിന് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ ശരിക്കും മാർട്ടിനസ് എന്താ പറഞ്ഞത്? റോണോ ഇന്ന് ആദ്യ ലെവലിൽ ഉണ്ടായിരിക്കുമോ? സേതു, ഇന്ന് മാർട്ടിനസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അറിയിച്ചത് ക്രിസ്ത്യാനോ റൊണാൾഡോ ടീമിന്റെ അവിഭാജ്യ ഘടകമാണെന്നാണ് മാർട്ടിനസ് പറഞ്ഞത്. അതിൽ നമുക്ക് അപ്പോൾ തന്നെ ഏകദേശം ഉറപ്പാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ആദ്യ 11-ൽ തന്നെ ഉണ്ടാകുമെന്ന്. എന്നാൽ വ്യക്തമായ ഒരു സൂചന മാർട്ടിനസ് നൽകിയില്ല. കാരണം താരം ഒന്നും വിട്ടുപറയാതെയുള്ള ഒരു പ്രതികരണമായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയപ്പോൾ ഇന്ന് മാർട്ടിനസ് നടത്തിയത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കഴിഞ്ഞ മത്സരത്തിൽ നിരാശാജനകമായ പ്രകടനത്തിന് പിന്നാലെ തന്നെ ടീമിൽ ഒരു ഒത്തിണക്കമില്ല എന്ന രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ തങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന രീതിയിലുള്ള ഒരു സാമൂഹിക മാധ്യമ പോസ്റ്റിലൂടെ തന്നെ തങ്ങൾക്കിടയിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് ഇടേണ്ട സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൽ നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് റൊണാൾഡോയ്ക്ക് മുൻപിലുള്ള ഒരു റെക്കോർഡ് ഇന്ന് റൊണാൾഡോയുടെ സ്വന്തം പേരിലാക്കാനുള്ള സാധ്യതയും ഇന്നത്തെ മത്സരത്തിലുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന, ഇല്ലെങ്കിൽ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് ഇന്ന് റൊണാൾഡോയെ കാത്തിരിക്കുന്നുണ്ട്. അതിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ അൾജീരിയക്കെതിരായ മത്സരത്തിൽ മെസ്സി 6ാം ലോകകപ്പിൽ കളത്തിൽ ഇറങ്ങിയെങ്കിലും 2010-ൽ മെസ്സിക്ക് ഒരു ഗോൾ പോലും നേടാനായില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു നേട്ടത്തിലേക്ക് എത്താൻ പറ്റുന്ന ആദ്യ താരമെന്ന നേട്ടത്തിലേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയെ കാത്തിരിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഒരു 25 ടച്ചുകൾ മാത്രമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് നേടാനായത്. അതേപോലെ തന്നെ വലിയ വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഇതിനൊക്കെ ഒരു മറുപടി നൽകാനായിട്ടായിരിക്കും റോണോയും സംഘവും ഇന്ന് കളത്തിലെത്തുക. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്നത് എപ്പോഴൊക്കെ വീണിട്ടുണ്ടോ അന്നൊക്കെ തിരിച്ചു വന്നത് എന്ന് പറയുന്നത് ഒരു ഉജ്ജ്വല പ്രകടനവുമായിട്ടാണ്. ഇന്നും അതേപോലത്തുള്ള ഒരു പ്രകടനം തന്നെയാണ് പോർച്ചുഗീസ് നായകന്റെ ഭാഗത്തു നിന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് വേറൊരു മത്സരത്തിന്റെ പൂർണ്ണ രീതി നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുവാണെങ്കിൽ അതിൽ മധ്യനിരയിൽ ചില
മാറ്റങ്ങൾക്ക് സാധ്യത എന്ന സൂചനയും റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ബ്രൂണോ ഫെർണാണ്ടസ് ആദ്യ 11-ൽ ഉണ്ടാകില്ല എന്ന റിപ്പോർട്ടുകളാണ്. അതിൽ താരത്തിനെ അവസാന മിനിറ്റുകളിലായിരിക്കും കളത്തിലെത്തിക്കുക എന്ന ഒരു കാര്യം കൂടി എല്ലാവരും സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് കഴിഞ്ഞ മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ അബ്ബെ പരാജയപ്പെട്ട മധ്യനിരയിൽ വലിയൊരു മാറ്റത്തിന് തന്നെയാണ് മാർട്ടിനസ് മുതിരുക. ഒപ്പം ഉസ്ബെക്കിസ്ഥാനെ നോക്കുകയാണെങ്കിൽ അവരുടെ തന്ത്രജ്ഞൻ എന്ന് പറയുന്നത് ഇറ്റലിയുടെ 2006-ൽ ഇറ്റലിയെ ലോക ജേതാക്കളായ ഫാബിയോ കന്നവേറോയാണ് അവരുടെ തന്ത്രജ്ഞൻ. അതുകൊണ്ട് തന്നെ ഉസ്ബെക്കിസ്ഥാനെ അതേ വലിയ രീതിയിൽ തള്ളിക്കളയാൻ സാധിക്കില്ല. ഒരു എതിരാളികളെ എങ്ങനെയൊക്കെ പൂട്ടാം എന്ന രീതിയിലുള്ള കൃത്യമായ തന്ത്രങ്ങൾ കനവേറോ ഉസ്ബെക്കിസ്ഥാൻ താരങ്ങൾക്ക് കൃത്യരീതിയിലുള്ള ഒരു വിശകലനം തന്നെ നൽകിയിട്ടുണ്ടാകും. എന്തായാലും വലിയൊരു ആവേശത്തിൽ തന്നെയാണ് റോണോ ആരാധകർ ഈ ഒരു മത്സരത്തിലേക്ക് പോകുന്നത്. സേതു. ശരി ഖിലാഫെ, ശരി. അപ്പം ഇന്നത്തെ മത്സരത്തിന്റെ കാര്യങ്ങൾ പറയുകയായിരുന്നു നമ്മുടെ ഖിലാഫ്. ആദ്യ മത്സരത്തിൽ നിറം മങ്ങിയതോടെ റോണോയ്ക്കെതിരെ വിമർശന പെരുമഴയാണ്. 41-ാമത്തെ വയസ്സിലും പോർച്ചുഗലിനെ നയിക്കുന്ന റോണോയെ എഴുതിത്തള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റിപ്പോർട്ടിൽ 1984-ൽ മദീരയിൽ ഒരമ്മ തന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുന്നു. കടുത്ത ദാരിദ്ര്യത്തിലേക്ക് ആ കുഞ്ഞ് ജനിച്ചാൽ അതിനൊരു നേരത്തെ ആഹാരം നൽകാനുള്ള നിവൃത്തി ആ കുടുംബത്തിനുണ്ടായിരുന്നില്ല. ആ അമ്മ ഇതിനായി പല ഡോക്ടർമാരെ സമീപിച്ചെങ്കിലും നടന്നില്ല. ഒടുവിൽ സ്വന്തം നിലയ്ക്ക് അവർ ശ്രമം നടത്തി. എന്നാൽ അതിനും ആ കുട്ടിയുടെ ജനനം തടയാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവർ ആ ആൺകുഞ്ഞിന് ജന്മം നൽകി. അന്ന് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച അമ്മയുടെ പേര് മരിയ ഡൊളറസ് അൽവേറോ. മകന്റെ പേര് ക്രിസ്ത്യാനോ ദോസ് സാന്റോസ് അൽവേറോ. സ്വന്തം അമ്മയുടെ അപകടകരമായ ടാക്കിളിനെ മറികടന്നാണ് അയാൾ ഭൂമിയിലേക്ക് വന്നത്. വളർന്ന വഴികൾ അയാൾക്ക് അനുകൂലമായിരുന്നില്ല. കൊടിയ പട്ടിണിയും പണമില്ലാത്തതിനാൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നതുമടക്കം ദുരിതമറിഞ്ഞ ജീവിതം. പക്ഷെ എന്തിനേയും നേരിടുമെന്ന ആ പോർച്ചുഗീസ് പയ്യന്റെ ധൈര്യത്തിന് മുന്നിൽ ജീവിതത്തിന് മുട്ടുമടക്കേണ്ടി വന്നു. പ്രതിസന്ധികളെ വെട്ടിയൊഴിഞ്ഞ് നടത്തിയ കുതിപ്പിന്ന് എത്തി നിൽക്കുന്നത് ലോക നെറുകയിലാണ്. വിമർശകർ റൊണാൾഡോയുടെ രക്തത്തിനായി അലമുറയിടുകയാണ്. അയാളുടെ കാലം കഴിഞ്ഞെന്നവർ ആക്രോശിക്കുന്നുണ്ട്. പക്ഷേ നിശബ്ദത കൊണ്ട് റോണോ തീർക്കുന്ന പ്രതിരോധം കളത്തിൽ മറുപടി കാത്തിരിക്കുന്നുണ്ടെന്ന സൂചനയാണ്. അയാൾക്കെതിരെ വാളെടുത്തവരെയൊക്കെ പുൽമൈതാനത്ത് കൂട്ടക്കുരുതി നടത്തിയതാണ് ചരിത്രം. വിശ്വവിഖ്യാതമായ ആഘോഷത്തിന് ഹ്യൂസ്റ്റണിൽ അയാൾ ഉയർന്നു പൊങ്ങുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം. ക്രിസ്ത്യാനോ റൊണാൾഡോയും യൂസേബിയോയും മുതൽ ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ച ഇതിഹാസങ്ങളുടെ തട്ടകം. യൂറോപ്യൻ ഫുട്ബോളിലെ കറുത്ത കുതിരകളായ പോർച്ചുഗലിന്റെ ചരിത്രം മാറ്റി എഴുതിയ ചില സൂപ്പർ താരങ്ങളെ പരിചയപ്പെടാം നമുക്കിനി. ലോക ഫുട്ബോളിനെ വിസ്മയിപ്പിക്കുന്ന പ്രതിഭകളെ മാത്രം സമ്മാനിച്ച മണ്ണാണ് പോർച്ചുഗലിൻ്റേത്. കളിക്കളത്തിൽ വേഗതയും തന്ത്രങ്ങളും മാസ്മരിക ഡ്രിബിളിങ്ങുകളും കൊണ്ട് ഫുട്ബോൾ ലോകത്തെ ഭരിച്ച സൂപ്പർ താരങ്ങളുടെ വലിയൊരു ചരിത്രം തന്നെ പോർച്ചുഗലിന് പറയാനുണ്ട്. ലോക ഫുട്ബോളിലെ സർവകാല റെക്കോർഡുകൾ സ്വന്തം പേരിൽ കുറിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് പോർച്ചുഗലിന്റെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒന്നാമൻ. 5 വട്ടം ബാലൻഡോർ പുരസ്കാര ജേതാവായ CR7 പോർച്ചുഗലിനെ 2016-ൽ കന്നി യൂറോ കപ്പും 2018-ൽ കന്നി നേഷൻസ് കപ്പും സമ്മാനിച്ചാണ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പോർച്ചുഗീസ് താരമായി മാറിയത്. എന്നാൽ റൊണാൾഡോയ്ക്ക് മുൻപേ പോർച്ചുഗൽ ഫുട്ബോളിന്റെ മുഖമായിരുന്നു ബ്ലാക്ക് പാന്തർ എന്ന യുസേബിയോ. 1966 ലോകകപ്പിൽ 9 ഗോളുകളുമായി പോർച്ചുഗലിനെ 3-ാം സ്ഥാനത്തെത്തിച്ച ഗോൾ മിഷൻ. പോർച്ചുഗൽ ഫുട്ബോളിലെ സുവർണ തലമുറയുടെ നായകനായ ലൂയിസ് ഫിഗോയാണ് മറ്റൊരു ഇതിഹാസം. മൈതാന മധ്യത്തെ മാന്ത്രികനായിരുന്ന ഫിഗോയും ബാലൻഡോർ നേടിയ പ്രതിഭ. ഇവർക്കൊപ്പം പോർച്ചുഗീസ് മധ്യനിര ഭരിച്ചിരുന്ന റൂയി കോസ്റ്റ മാന്ത്രിക ഫ്രീ കിക്കുകളിലൂടെ ലോകത്തെ വിസ്മയിപ്പിച്ച ഡെക്കോ മനോഹരമായ ഷോട്ടുകളിലൂടെ ആരാധകരെ ഹരം കൊള്ളിച്ച റിക്കാർഡോ കാർവാലോ, പ്രായത്തെ വെല്ലുന്ന പോരാട്ട വീര്യവുമായി പ്രതിരോധ കോട്ടക്കെത്തിയ പെപ്പെ എന്നിവരും പോർച്ചുഗലിന്റെ വിശ്വസ്തരായ പടയാളികളായിരുന്നു.
ഇനി ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഹെർണാനി സിൽവ, ഫെർണാണ്ടോ ചലാന, പൗലോ പ്യൂട്രെ തുടങ്ങിയവർ ആദ്യകാലത്തെ യൂറോപ്യൻ ഫുട്ബോളിനെ വിറപ്പിച്ച പോർച്ചുഗീസ് താരങ്ങളായിരുന്നു. ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ പാറ പോലെ ഉറച്ചു നിന്ന പൗലോ സൗസയും പോർച്ചുഗീസ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള താരങ്ങളുടെ എലീറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ച സൂപ്പർ താരമായിരുന്നു. തലമുറകൾ മാറിയെങ്കിലും യുസേബിയോ കൊളുത്തിയ വേഗതയുടെയും തന്ത്രങ്ങളുടെയും തീപ്പൊരി റൊണാൾഡോയിലൂടെയും പുതിയ തലമുറയിലൂടെയും ഇന്നും ആളിക്കത്തുകയാണ്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം. ഇനി നോക്കാം സോക്കർ ഗാല ലോകകപ്പ് പ്രവചന മത്സരം. സോക്കർ ഗാല പ്രവചന മത്സരത്തിൽ ഇന്ന് 127 പേരാണ് ശരി ഉത്തരം നൽകി ബമ്പർ നറുക്കെടുപ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ലോകകപ്പിലെ എല്ലാ മത്സരത്തിലുമായി നടത്തുന്ന പ്രവചനത്തിൽ ശരിയുത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ന്യൂസ് മലയാളവും ജി-ടെക്കും ചേർന്ന് നൽകുന്ന ബമ്പർ സമ്മാനം TVS ജൂപ്പിറ്റർ സ്കൂട്ടറാണ്. ഇന്ന് 4 മത്സരങ്ങളാണ് ഉള്ളത്. രാത്രി 10:30 പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. പുലർച്ചെ 1:30 മണിക്ക് ഇംഗ്ലണ്ട് ഘാനയെ നേരിടും. ക്രൊയേഷ്യ പാനമ പോരാട്ടം പുലർച്ചെ 4:30-നാണ്. നാളെ രാവിലെ 7:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ കോങ്കോയെ നേരിടും. അപ്പോൾ പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ദേ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന 92409848 ഈ നമ്പറിലേക്ക് രാത്രി 9 മണിക്ക് മുൻപായി മത്സരഫലം, സ്വന്തം പേര്, മൊബൈൽ നമ്പർ, അഡ്രസ് എന്നിവയോടുകൂടി ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കൂ. മത്സരഫലം അയക്കുമ്പോൾ എത്ര ഗോൾ എന്ന കാര്യം കൃത്യമായി ഒരു സ്കോർ കാർഡ് തന്നെ പ്രവചിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. പിന്നെ ഓരോ ദിവസത്തെയും വിജയികളെ ന്യൂസ് മലയാളം സ്പോർട്സ് യൂട്യൂബ് ചാനലിൽ അറിയിക്കുന്നതായിരിക്കും. പ്രേക്ഷകർക്ക് നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഈ QR കോഡ് ഉപയോഗിച്ചും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഫൈനൽ വരെയുള്ള പ്രവചനങ്ങളിലെ വിജയികളിൽ നിന്ന് നറുക്കെടുക്കുന്ന ഭാഗ്യശാലിക്കാണ് ജി-ടെക് നൽകുന്ന TVS ജൂപ്പിറ്റർ സ്കൂട്ടർ സമ്മാനമായിട്ട് ലഭിക്കുക. ഇപ്പൊ നോക്കൌട്ട് റൗണ്ടിൽ ഓരോ മത്സരത്തിലും പ്രവചനം ശരിയാക്കുന്നവരിൽ നിന്ന് ഓരോ മത്സര വിജയിക്കും ഒരാൾക്ക് വീതം 2000 രൂപ മുതൽ 25,000 രൂപ വരെ നേടാനുള്ള അവസരവുമുണ്ട്. അപ്പോൾ മത്സരത്തിൽ പ്രവചിക്കൂ, സമ്മാനങ്ങൾ നേടൂ. നമ്മളിതൊരു റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. ഈ ലോകകപ്പിൽ നോക്കൌട്ടിലേക്ക് എത്തി നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഓസ്ട്രിയയെ എതിരില്ലാത്ത 2 ഗോളിന് തകർത്താണ് അർജന്റീനയുടെ മുന്നേറ്റം. മത്സരത്തിൽ ഇരട്ട ഗോളുമായി ചരിത്ര നേട്ടത്തിലെത്തി ലിയോണൽ മെസ്സി. നോക്കൌട്ട് എന്ന ലക്ഷ്യത്തിലേക്ക് പന്ത് തട്ടിയ അർജന്റീന മത്സരം തുടങ്ങി ആദ്യ മിനിറ്റ് മുതൽ തന്നെ ഓസ്ട്രിയയുടെ പോസ്റ്റിലേക്ക് ഇരമ്പിയെത്തി. അതിന്റെ ആദ്യ ഫലം 8-ാം മിനിറ്റിൽ കണ്ടു. പന്തുമായി ഓസ്ട്രിയൻ ഗോൾമുഖത്തേക്ക് കയറിയ ലൗട്ടാറോ മാർട്ടിനസിനെ പ്രതിരോധ താരങ്ങൾ പിറകിൽ നിന്ന് വീഴ്ത്തി. വാർ പരിശോധനയ്ക്ക് പിന്നാലെ പെനാൾട്ടി എടുക്കാൻ കൂളായി മെസ്സി. എന്നാൽ മെസ്സിക്ക് പിഴച്ചു. ലോകകപ്പിൽ ഏറ്റവും അധികം പെനാൾട്ടി പാഴാക്കുന്ന താരമെന്ന റെക്കോർഡ് മെസ്സിക്ക്. ആരാധകരെ നിരാശരാക്കിയ പെനാൾട്ടി മിസ്സിനെ 38-ാം മിനിറ്റിൽ പ്രായശ്ചിത്തം. ഫാക്കുന്തോ മെദീനയുടെ ക്രോസിൽ മെസ്സിയുടെ അത്യുഗ്രൻ ഗോൾ. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന ഖ്യാതി മെസ്സിക്ക് സ്വന്തം. ആദ്യ പകുതിയിൽ മെസ്സിയുടെ ഗോളിൽ അർജന്റീന മുന്നിൽ. 2-ാം പകുതിയിൽ ഇരു ടീമും ഗോളിനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷം വീണ്ടും മെസ്സി മാജിക്. പിന്നാലെ റഫറിയുടെ ലോങ് വിസിൽ. ഓസ്ട്രിയയെ എതിരില്ലാത്ത 2 ഗോളിന് തകർത്ത് അർജന്റീന റൗണ്ട് ഓഫ് 32-ലേക്ക്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം. റെക്കോർഡുകളൊക്കെ ഒന്നൊന്നായി പിഴുതുമാറ്റി അർജന്റീൻ നായകൻ ലിയോണൽ മെസ്സി ഒരിക്കൽ കൂടി നീലപ്പടയെ നോക്കൌട്ടിലേക്ക് എത്തിച്ചു. തുടർച്ചയായ 6-ാം ലോകകപ്പിലാണ് അർജന്റീന ഗ്രൂപ്പ് ഘട്ടം കടക്കുന്നത്. ഇരട്ട ഗോളുമായി തിളങ്ങിയ മെസ്സി മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡും മറികടന്നു. നാളെ 39-ാം പിറന്നാൾ ആഘോഷത്തിലേക്ക് പോകുന്ന മെസ്സിക്കും അർജന്റീനയ്ക്കും സമ്മർദ്ദമേതുമില്ലാതെ ആഘോഷിക്കാം.
മെസ്സി എന്ന വാക്കിന് ഉത്ഭവത്തിൽ ദൈവദൂതൻ എന്നൊരർത്ഥം കാണാം. കാൽപന്തിന്റെ മായാജാലം ആടിത്തീർക്കാൻ മാത്രം ഭൂമിയിലെത്തിയ ആരാധകരുടെ സ്വന്തം മിശിഹ. നിരാശയുടെ പടുകുഴിയിൽ കണ്ണീരിന്റെ നനവുകളിൽ പ്രതീക്ഷയാണ് ഓരോ അർജന്റീന ആരാധകനും ലിയോണൽ മെസ്സി. 6ാം ലോകകപ്പിലും മെസ്സി അർജന്റീനയ്ക്ക് നോക്കൌട്ടിലേക്ക് വഴികാട്ടി. നിരാശയോടെയാണ് ഇത്തവണ തുടങ്ങിയത്. അൾജീരിയക്കെതിരായ ഹാട്രിക്കിന്റെ ആനന്ദം കുഴിച്ചു മൂടാൻ മാത്രം ശേഷിയുണ്ടായിരുന്നു ആ ഒരു പെനാൽറ്റി പിഴവിന്. തുടരെ 3ാം ലോകകപ്പിലും പെനാൽറ്റി പാഴാക്കി ആഗ്രഹിക്കാത്ത ഒരു റെക്കോർഡ് പേരിൽ കുറിച്ച മെസ്സി തലതാഴ്ത്തി നിന്നു. എതിരാളികൾ ഊറിച്ചിരിച്ചു. ശത്രുക്കൾക്ക് ആനന്ദ നൃത്തം. ആദ്യ പകുതിയിൽ തന്നെ മെസ്സി ആ ദൃഷ്ടാന്തം നൽകി. 8 ഓസ്ട്രിയൻ താരങ്ങളുടെ പ്രതിരോധ പൂട്ടിനെ സാക്ഷിയാക്കി വെടിയുണ്ട പോലൊരു ഗോൾ. അത് വെറും ഒരു ഗോൾ മാത്രമായിരുന്നില്ല. ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രത്തിലേക്ക് മെസ്സി ഒറ്റയ്ക്ക് കാലെടുത്തു വെച്ച മറ്റൊരു അധ്യായം. മിറാസ്ലോവ് ക്ലോസയുടെ 16 ഗോൾ റെക്കോർഡ് പേരിലേക്ക് ചേർത്തു മെസ്സി. കളി കഴിയാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ ഇഞ്ചുറി ടൈമിൽ മെസ്സി ഒരുക്കിയ മറ്റൊരു ഗോൾ അവസരം. സഹതാരങ്ങൾക്ക് പിഴച്ചപ്പോൾ വീണ്ടും മെസ്സിയുടെ കാലുകളിലേക്ക്. അതും ഗോളിലേക്ക് തൊടുത്ത മെസ്സി അർജന്റീനയുടെ ജയം ഉറപ്പിച്ചു. ലോകകപ്പിൽ അർജന്റീനയ്ക്കൊപ്പം 18ാം ജയം നേടിയ മെസ്സി അവിടെയും ക്ലോസയെ മറികടന്നു. തുടർച്ചയായ 6ാം ലോകകപ്പ് മത്സരത്തിൽ ഗോൾ നേടിയതോടെ ഫ്രാൻസിന്റെ ജസ്റ്റ് ഫൊണ്ടൈന്റെയും ബ്രസീലിന്റെ ജെർസീഞ്ഞോയുടെയും റെക്കോർഡിനൊപ്പം എത്തി മെസ്സി. അരനൂറ്റാണ്ടിന് ശേഷമാണ് ഒരു താരം തുടരെ 6 ലോകകപ്പ് മത്സരങ്ങളിൽ ഗോൾ നേടുന്നത്. കഴിഞ്ഞ ലോകകപ്പിൽ മെസ്സി 7 ഗോളാണ് നേടിയതെങ്കിൽ ഈ ലോകകപ്പിലെ ആദ്യ 2 മത്സരങ്ങളിൽ നിന്ന് മാത്രം ഈ 39കാരൻ 5 ഗോൾ അടിച്ചുകൂട്ടി. എതിരാളികൾ കരുതിയിരിക്കുക. ഫുട്ബോളിൽ ആനന്ദം മാത്രം തിരയുന്ന, ആഘോഷിക്കാൻ മാത്രം പച്ചപ്പുൽ മൈതാനത്തേക്ക് ഇറങ്ങുന്ന ആ മായാജാലക്കാരൻ എന്താണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് അയാൾക്ക് മാത്രം അറിയാവുന്ന സത്യം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം. ലോകകപ്പിൽ ഇറാഖിനെ തകർത്ത് ഫ്രാൻസും സെനഗലിനെ മറികടന്ന് നോർവേ നോക്കൌട്ടിൽ കടന്നു. ഇരട്ട ഗോളുമായി തിളങ്ങി കിലിയൻ എംബാപ്പയും എർലിംഗ് ഹാലൻഡും. അൾജീരിയയോട് തോറ്റ ജോർദാൻ ലോകകപ്പിൽ നിന്നും പുറത്തായി. ഇടിയും മഴയും തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ കൊടുങ്കാറ്റായി കിലിയൻ എംബാപ്പെ. ഇറാഖിനെതിരെ നായകൻ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ഫ്രാൻസിന് മിന്നും ജയവും നോക്കൌട്ട് ടിക്കറ്റും. ഇറാഖിനെതിരെ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ ജയം. 16ാം മിനിറ്റിൽ തന്നെ എംബാപ്പെ ഫ്രാൻസിനായി വലകുലുക്കി. ശക്തമായ മഴയും ഇടിയും കാരണം മത്സരം 1 മണിക്കൂറിലേറെ തടസ്സപ്പെട്ടു. എന്നാൽ മഴ തണുപ്പിച്ച മൈതാനത്തെ ഫ്രഞ്ച് പട തീ പിടിപ്പിച്ചു. 54ാം മിനിറ്റിൽ എംബാപ്പയും 66ാം മിനിറ്റിൽ ലോകകപ്പിലെ ആദ്യ ഗോളുമായി ഡെംബലയും ഫ്രാൻസിന്റെ ജയം ഉറപ്പിച്ചു. ഓസ്ട്രിയക്കെതിരായ മെസ്സിയുടെ മിന്നും പ്രകടനത്തിന് പിന്നാലെയാണ് ഇരട്ട ഗോളുമായി തൊട്ടുപിന്നിലായി എംബാപ്പയുടെ വരവ്. 16 മത്സരങ്ങളിൽ നിന്ന് 16 ഗോളുമായി എംബാപ്പെ കുതിപ്പ് തുടരുമ്പോൾ 18 ഗോളുമായി മെസ്സി മാത്രമാണ് മുൻപിൽ. എർലിംഗ് ഹാലൻഡ് ഒരിക്കൽ കൂടി ഗോൾ യന്ത്രമായപ്പോൾ സെനഗലിനെതിരെ ആവേശമായ ജയം സ്വന്തമാക്കിയാണ് നോർവേ നോക്കൌട്ട് ഉറപ്പിച്ചത്. 2-3 ഗോളുകൾക്കാണ് നോർവേയുടെ ജയം. അവസാന മിനിറ്റുകളിൽ നിരന്തരം നോർവേ ഗോൾ മുഖത്തേക്ക് ഇരച്ചെത്തിയ സെനഗൽ ഇഞ്ചുറി ടൈമിൽ ഗോൾ മടക്കിയെങ്കിലും തോൽവി ഒഴിവാക്കാനായില്ല. 2 കളിയും തോറ്റതോടെ ഇറാഖിനെതിരായ മത്സരം ജയിച്ചെങ്കിൽ മാത്രമേ നോക്കൌട്ടിലേക്ക് സെനഗലിന് സാധ്യതയുള്ളൂ. ത്രില്ലർ പോരാട്ടത്തിൽ അൾജീരിയയോട് പരാജയപ്പെട്ട ജോർദാൻ ലോകകപ്പിൽ നിന്ന് പുറത്തായി. 1 ഗോളിന് മുൻപിലെത്തിയ ശേഷമാണ് ജോർദാന്റെ പരാജയം. ലീഡെടുത്തതോടെ പ്രതിരോധത്തിലേക്ക് വലിഞ്ഞതാണ് ജോർദാന് തിരിച്ചടിയായത്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം. ലോകകപ്പിൽ വമ്പന്മാരായ ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും ഇന്ന് കളത്തിലിറങ്ങും. ഇംഗ്ലണ്ടിന് ഘാനയാണ് 2ാം മത്സരത്തിൽ എതിരാളികൾ. ഇന്നത്തെ മത്സരത്തിൽ ജയിക്കുന്നവർ നോക്കൌട്ടിലേക്ക് എത്തും. പുലർച്ചെ 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം. ക്രൊയേഷ്യ പാനമയെ നേരിടും. റൗണ്ട് ഓഫ് 32-ലെത്താൻ ലൂക്ക മോഡ്രിച്ചിനും സംഘത്തിനും ഈ ജയം അനിവാര്യമാണ്. പുലർച്ചെ 4:30 ടൊറന്റോയിലാണ് മത്സരം. നാളെ രാവിലെ 7:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ കോങ്കോയെ നേരിടും. ഇനി നമുക്ക് നോക്കാം ആരാണ് ഇന്നത്തെ താരമെന്ന്.
ലോകകപ്പിൽ നാളെ പുലർച്ചെ കൊളംബിയക്കെതിരെ കോങ്കോ ഇറങ്ങുമ്പോൾ ഫുട്ബോൾ ലോകത്തിന്റെ കണ്ണുകൾ ഒരു ഇന്ത്യൻ വംശജനിലേക്കാണ്. പോർച്ചുഗലിന്റെ വമ്പൻ മധ്യനിരയെ പൂട്ടി വിശ്വവേദിയിൽ വിസ്മയം തീർത്ത സാമുവൽ മുത്തുസ്വാമിയിൽ. തമിഴ്നാട്ടിൽ നിന്നും ഫ്രാൻസിലേക്കും അവിടെ നിന്ന് കോങ്കോ ദേശീയ ടീമിലേക്കും വഴിമാറിയ മുത്തുസ്വാമിയുടെ യാത്ര എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കണ്ടുവരാം ഒരു റിപ്പോർട്ടിലൂടെ. നിർണായക പോരാട്ടത്തിൽ ആഫ്രിക്കൻ കരുത്തരായ കോങ്കോ ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാരായ കൊളംബിയയെ നേരിടാൻ ഒരുങ്ങുകയാണ്. ആഫ്രിക്കൻ കുതിപ്പിനായി ആരാധകർ കാത്തിരിക്കുമ്പോൾ ഫുട്ബോൾ ലോകത്തിന്റെ കണ്ണുകൾ മുഴുവൻ കോങ്കോ നിരയിലെ ഒരു 29-കാരനിലാണ്. പേരിൽ തനിനാടൻ തമിഴ് ഈണമുള്ള സാമുവൽ മുത്തുസ്വാമി എന്ന ഇന്ത്യൻ വംശജനായ മിഡ്ഫീൽഡറിൽ കഴിഞ്ഞ മത്സരത്തിൽ കരുത്തരായ പോർച്ചുഗലിനെ കോങ്കോ കോട്ട കെട്ടി തടഞ്ഞപ്പോൾ മൈതാന മധ്യത്തിൽ വിസ്മയം തീർത്തത് മുത്തുസ്വാമിയായിരുന്നു. റൂബൻ നെവാസ്, വിറ്റീഞ്ഞ, ബ്രൂണോ ഫെർണാണ്ടസ് തുടങ്ങിയ പോർച്ചുഗലിന്റെ ലോകോത്തര മധ്യനിരയെയും സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെയും ഒരു ഇഞ്ച് പോലും ചലിക്കാൻ അനുവദിക്കാതെയാണ് സാമുവൽ മുത്തുസ്വാമി കളം നിറഞ്ഞത്. പോർച്ചുഗീസ് പടയുടെ ആക്രമണങ്ങളുടെ കനൽ കെടുത്തുകയും ടാക്ലിങ്ങുകളിലും പാസുകളിലും 100% കൃത്യത പുലർത്തുകയും ചെയ്ത മുത്തുസ്വാമി കോങ്കോ പ്രതിരോധത്തിന് മുന്നിൽ ഒരു അപ്രേദ്യമായ മതിലാണ് തീർത്തത്. ഒരു ഇന്ത്യൻ വംശജൻ എങ്ങനെ കോങ്കോ ദേശീയ ടീമിൽ എത്തിയെന്നതിന് പിന്നിൽ കൗതുകകരമായ ഒരു കഥയുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ ഗോഡാലൂപ്പിലേക്ക് ചേക്കേറിയ മുത്തുസ്വാമിയും കോങ്കോ സ്വദേശിയായ സെസിൽ ഷിബാങ്കോയിനും 1996 ഓഗസ്റ്റ് 12-നാണ് സാമുവൽ മുത്തുസ്വാമി ജനിക്കുന്നത്. നാൻഡസ് അക്കാദമിയിലൂടെ വളർന്ന് നാൻഡസ് സീനിയർ ടീമിലെത്തി. പിന്നീട് ഫ്രാൻസിലെ യൂത്ത് ടീമുകളിൽ അവസരം ലഭിക്കാതെ വന്നതോടെ അമ്മയുടെ നാടായ കോങ്കോയിലേക്ക് ചുവടുമാറി. 2019 കോങ്കോ ദേശീയ ടീമിൽ അരങ്ങേറ്റം. മധ്യനിരയിലെ വിശ്വസനീയമായ താരം. ആഫ്രിക്കൻ നേഷൻസ് കപ്പിലും ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലും കോങ്കോക്കായി മുഴുവൻ മത്സരങ്ങളും കളിച്ചു. ഗ്രീക്ക് ക്ലബായ ആട്രോമിട്രോസിനായാണ് ക്ലബ് ഫുട്ബോളിൽ സാമുവൽ ബൂട്ട് കെട്ടുന്നത്. പോർച്ചുഗലിനെതിരായ തകർപ്പൻ ഫോം കൊളംബിയക്കെതിരെയും ആവർത്തിക്കാൻ തന്നെയാണ് മുത്തുസ്വാമിയുടെ പുറപ്പാട്. ലൂയിസ് ഡയാസിന്റെയും ജെയിംസ് റോഡ്രിഗസിന്റെയും നേതൃത്വത്തിൽ ഇരച്ചുകയറുന്ന കൊളംബിയൻ സ്ട്രൈക്കർമാരെ പൂട്ടാൻ മുത്തുസ്വാമിയുടെ തന്ത്രങ്ങളിലാണ് കോങ്കോ പരിശീലകന്റെ പ്രധാന പ്രതീക്ഷ. ഇന്ത്യക്കാരും ആഫ്രിക്കൻ ആരാധകരും ഒരുപോലെ ഉറ്റുനോക്കുന്ന ഇന്ത്യൻ പടയാളിയുടെ കൂടുതൽ മാന്ത്രിക പ്രകടനങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം. വെൽക്കം ഡെസ്ക് ന്യൂസ് മലയാളം. ഇനി മറ്റു ചില ലോകകപ്പ് വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും.
ദൂരയാത്ര മത്സരത്തെ ബാധിക്കുമെന്നാണ് ഈജിപ്തിന്റെ പരാതി.